ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എം എസ് സൊല്യൂഷൻ. SDK സാറാണ്. പല മക്കൾക്കും ഇപ്പോൾ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം സ്കൂളുകളിലൊക്കെ അല്ലേ ഓണം എക്സാമുകളൊക്കെ തുടങ്ങാനിരിക്കുന്ന സമയം അല്ലേ, ഒരു കുറച്ചൊരു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ്, എക്സാമുകളൊക്കെ തുടങ്ങുകയാണ്. പല മക്കൾക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, എത്ര വരെ പഠിക്കണം, ഏതൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ അല്ലേ. കാരണം ഇപ്രാവശ്യം ഒരു കറക്റ്റ് ഒരു സ്ട്രക്ചർ ഒന്നും പല സമയത്തും ആരും വിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സാർ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഓണം എക്സാമിനുള്ള ടോപ്പിക്കുകളും കാര്യങ്ങളും അതേപോലെ തന്നെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത്, മൊത്തം എന്തൊക്കെയുള്ളത് നമുക്കറിയാം. നമ്മൾ ഹിസ്റ്ററിയിൽ അല്ലേ, സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയിൽ മൊത്തം 9 ചാപ്റ്റർ ഉള്ളത്. അതിൽ പാർട്ട് 1 5 ചാപ്റ്ററും അതേപോലെ പാർട്ട് 2 4 ചാപ്റ്ററും ഉള്ളത്. അങ്ങനെ മൊത്തം 9 ചാപ്റ്റർ. പാർട്ട് 1 ആണ് ഒന്നാം ഭാഗം, അതിൽ 5 ചാപ്റ്റർ ഉണ്ടാവും പുസ്തകത്തിൽ. പിന്നെ രണ്ടാം ഭാഗത്തിൽ 4 ചാപ്റ്ററും ഇതാണുള്ളത്. അതിൽ മക്കളെ നമ്മളെ ഫസ്റ്റ് ടൈം എക്സാമിന് ഇപ്രാവശ്യത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് പ്രകാരം എന്തായിട്ടുള്ളത് വെച്ചാൽ 3 ചാപ്റ്ററുകളുള്ളത്. ഒന്ന് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമനിസം, മാനവികത എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ അത്. അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ആ ചാപ്റ്റർ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹിക വിശകലനം, സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിലൂടെ അല്ലേ, ആ ചാപ്റ്ററൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്ററുകളാണ് ഓണപ്പരീക്ഷയ്ക്ക് കേട്ടോ. അതായത് ഇപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് 3ാമത്തെ ചാപ്റ്റർ ഫുള്ള് ഉണ്ട് എന്നാണ് പല ആളുകളും പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 4 ചാപ്റ്ററുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പല കാരണങ്ങളാൽ എന്താണ് 3 ചാപ്റ്ററാണ് സാധ്യത എല്ലാവരും കൊടുക്കുന്നത്. പിന്നെ മക്കൾ ഓണപ്പരീക്ഷയ്ക്ക് കാര്യമായിട്ട് പഠിക്കേണ്ട ഈ 3 ചാപ്റ്ററുകളാണ്. പിന്നെ ഓണപ്പരീക്ഷ കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്ററുകൾ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ ഉള്ളത് 4, 5, 6, 7 അല്ലേ. അതായത് സമ്പത്തും ലോകവും, വെൽത്ത് ആൻഡ് വേൾഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ, അതായത് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി, മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം അല്ലേ, സ്വതന്ത്രത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ അല്ലേ, സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ. ഇതാണ് നമ്മൾ ക്രിസ്മസ് എക്സാം നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ലാസ്റ്റത്തെ 2 ചാപ്റ്ററുകളൊക്കെ പാട് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പബ്ലിക് എക്സാമിന് പഠിക്കും. പക്ഷെ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ 3 ചാപ്റ്ററുകളുണ്ടല്ലോ. അപ്പോൾ പല ആളുകൾക്ക് സ്കൂളിലൊക്കെ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങുന്നുള്ള കാര്യം അല്ലേ. ഇനിയിപ്പോൾ ഈ ഒരു മാസം കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്കൂളിൽ 4ാമത്തെ ചാപ്റ്ററൊക്കെ ഒരിക്കലും എത്തൂല. അത് മാത്രമല്ല, പിന്നെ നമുക്ക് സ്കീം ഓഫ് വർക്ക് കിട്ടിയത് പ്രകാരം 3 ചാപ്റ്റർ മാത്രമേ ഈ പ്രാവശ്യം എക്സാമിന് ഉണ്ടാവുള്ളൂ. അത് തന്നെ പല അധ്യാപകരും പറയുന്നുണ്ട്, ഈ 3ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, സാമൂഹിക വിശകലനം, സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിലൂടെ, ഈ ചാപ്റ്ററിൽ നിന്നുള്ള പരമാവധി ഈ ചാപ്റ്ററിൽ നിന്ന് പകുതി വരെ ക്വസ്റ്റ്യൻ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ബട്ട് ചിലപ്പോൾ അധികമായിട്ട് കുട്ടിയോട് ഫോക്കസ് ചെയ്യേണ്ടത് 1, 2 ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്ററിൻ്റെ പകുതി വരെയാണ് എന്തായിട്ടുള്ളത് കൂടുതലായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, പല ടീച്ചേഴ്സും പല സമയത്തും എന്തുണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മക്കൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളെല്ലാവരും മനസ്സിലാക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിനൊക്കെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോയ്സാണ് നമ്മളെ MS സൊല്യൂഷൻ്റെ ആപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ MS സൊല്യൂഷൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ അല്ലേ, നമുക്ക് ബേസ് ബാച്ചും മെയിൻ ബാച്ചും അതേപോലെ തന്നെ പ്രീമിയം ബാച്ചൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ സാർ പറഞ്ഞുകൊണ്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ MS സൊല്യൂഷൻ്റെ ബേസ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വെറും 3540 രൂപയുള്ളൂ ബേസ് ബാച്ചിൽ. അതിപ്പോൾ എക്സാമുകളൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊല്ലത്തിനാട്ടല്ല, അത് ഓണം എക്സാമിനല്ല, ഒരു കൊല്ലത്തിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് തന്നാൽ മതി. ഇപ്പോൾ താഴെ കാണുന്ന നമ്മളെ ബയോയിൽ എന്തുണ്ടോ ഒരു ലിങ്ക് ഉണ്ടോ, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വിളിച്ചിട്ട് വേണമെങ്കിൽ ഇതാ 7902400800 ഈ നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഈ ബേസ് ബാച്ചിൽ പോലെ തന്നെ അതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ബാച്ചാണ് നമ്മളെ മെയിൻ ബാച്ച്. അതായത് നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡിംഗ് ക്ലാസ്സുകൾ ഉണ്ടാവും, ചാപ്റ്ററിൻ്റെ നോട്ടുകൾ തരും, അതേപോലെ തന്നെ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക യൂണിറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളും. അതിന് പുറമെ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്വസ്റ്റ്യൻസ് ഇത് മുഴുവൻ നിങ്ങൾക്ക് ചെയ്ത് തരുന്നത് നമ്മൾ വെറും 4999 രൂപക്കാണ്. പിന്നെ മക്കൾ എന്ത് ചെയ്യുക, ആ കാര്യം നിർബന്ധമായിട്ട് നോട്ട് ചെയ്യാൻ എന്നതിലുപരി പഠിക്കാൻ ആഗ്രഹം, ഫുൾ A+ വാങ്ങാൻ ആഗ്രഹം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊക്കെ ഫുൾ A+ കിട്ടിയിട്ട് വേണം അല്ലേ നല്ല അടിപൊളിയായിട്ട് നാട്ടിലൊക്കെ ഒരു വില ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലേ. പിന്നെ മക്കൾ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ട ബാച്ചാണ് നമ്മളെ MS സൊല്യൂഷൻ്റെ മെയിൻ ബാച്ച്. അല്ല ഇനിയിപ്പോൾ ചില കുട്ടികൾക്കൊക്കെ എന്തുണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതായത് വായിക്കാൻ കഴിയാത്ത പ്രശ്നം, അല്ലെങ്കിൽ ഇപ്പോൾ പറയാം ചില കുട്ടികൾ സ്കൂളിൽ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവും, ബട്ട് സാറേ വീട്ടിലെത്തിയിട്ട് വായിക്കുമ്പോൾ അത് കറക്റ്റ് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന പല മക്കളുണ്ടാവും അല്ലേ. ആ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, എടാ നമ്മൾ 9999 രൂപക്ക് പ്രീമിയം ബാച്ച് ഉണ്ട്. പ്രീമിയം ബാച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പ്രീമിയം ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ക്ലാസ് അല്ല തരിക. നിങ്ങൾ ചെറിയ ചെറിയ എക്സാമുകളൊക്കെ നടത്തി നിങ്ങളെ വീക്ക് പോയിന്റ് ഒക്കെ കണ്ടെത്തി കൗൺസിലർമാരും സൈക്കോളജിസ്റ്റുകളൊക്കെ നിങ്ങളോട് സംസാരിച്ച്
എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിനായിട്ടുള്ള റെമഡിയൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഏത് ഭാഗമാണോ ബുദ്ധിമുട്ട് അതൊക്കെ റെഡിയാക്കി തന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ക്ലാസ്സുകൾ തുടങ്ങുള്ളൂ. ഇതാണ് നമ്മൾ MS സൊല്യൂഷൻ്റെ പ്രീമിയം ബാച്ചിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇതിന് മെൻഡർ MS ഒക്കെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ മനസ്സിലാക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്തോ, ഒന്നില്ലെങ്കിൽ ഈ പറയപ്പെട്ട ഈ നമ്പറിൽ വിളിക്കുക, 7902 400 800 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക. അല്ലെങ്കിൽ ഇതാ സാറിൻ്റെ നമ്പറാണ്, സാറിൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഇതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, സാറ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. എനിക്ക് പറയാനുള്ളത് വീണ്ടും വീണ്ടും പറയാണ്, മാക്സിമം എല്ലാ മക്കളും എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത്രയേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ.